എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സരിതാപ്രിയ, അമൃതസ്വരൂപി ആയുർവേദ ഹോസ്പിറ്റൽ. നിങ്ങൾക്ക് മൂത്രത്തിൽ എന്തെങ്കിലും അണുബാധയുണ്ടോന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ: മൂത്രത്തിലുണ്ടാകുന്ന തരിപ്പ്, അതുപോലെ മൂത്രം ഒഴിക്കാൻ അടിക്കടി ഉണ്ടാകുന്ന പ്രവണത, മൂത്രം ഒഴിക്കുന്ന ഭാഗത്തുണ്ടാകുന്ന വേദന, അതേപോലെ നീറ്റൽ, അടിവയറ്റിലുണ്ടാകുന്ന വേദന. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു ലാബിലേക്ക് പോയി നിങ്ങളുടെ മൂത്രം ഒരു റുട്ടീൻ എക്സാമിനേഷൻ ചെയ്യാനായിട്ട് പറയുക. അത് പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് കിട്ടുമ്പോൾ നിങ്ങൾ അതിൽ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പഴുപ്പിന്റെ അംശം കൂടുതലായിട്ടോ അല്ലെങ്കിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂറിനെ കൾച്ചർ ചെയ്യാനായിട്ട് കൊടുക്കുക. കൾച്ചർ ചെയ്ത് കിട്ടുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്ത് തരത്തിലുള്ള ബാക്ടീരിയയാണ് ആ യൂറിനകത്തിലുള്ളതെന്ന്. അതനുസരിച്ച് വേണം നിങ്ങൾ ചികിത്സ തേടാനായിട്ട്. ഇനി ഒരുപക്ഷെ നിങ്ങൾ ഇത് നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് പലപ്പോഴും കടുത്ത വൃക്ക സംബന്ധമായിട്ടുള്ള അണുബാധയിലേക്ക് കൊണ്ടെത്തപ്പെടും. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, ഒരു ഹെൽത്ത് പ്രാക്ടീഷണറെ കണ്ട് നിങ്ങൾ അതിന് വേണ്ട നിർദ്ദേശം കൃത്യമായ രീതിയിൽ പാലിച്ച് അതിന് വേണ്ട വിധത്തിലുള്ള മെഡിസിൻസ് എടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് ഒഴിവാക്കാൻ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായ രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം പലപ്പോഴും സ്ത്രീകൾ ഇതിൽ വളരെ അധികം ശ്രദ്ധിക്കാറില്ല. കാരണം അവർ വെള്ളം കുടിക്കുന്ന കാര്യത്തിലാണെങ്കിലോ അല്ലെങ്കിൽ ടോയ്ലറ്റ് ഹൈജീന്റെ കാര്യത്തിലോ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. അതുകൊണ്ട് നനവോട് കൂടി അടിവസ്ത്രങ്ങൾ ഇടാതിരിക്കാനും ശ്രദ്ധിക്കുക. അണുബാധകൾ പല രീതിയിൽ ഉണ്ടാവാം. അതുകൊണ്ട് കുറച്ച് ഈ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. താങ്ക് യു.